ഹലോ ട്രേഡേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് നമ്മൾ പറയാൻ പോകുന്നത് സൈക്കോളജി ആൻഡ് ഇമോഷൻസ് ആണ്. അതിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓവർ ട്രേഡ്, നോ സ്റ്റോപ്പ് ലോസ്, റിവെഞ്ച് ട്രേഡിംഗ്, ഫോമോ, ഗ്രീഡ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് പറയാൻ പോകുന്നത്. ഞാൻ എല്ലാം സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എന്താണ് ഓവർ ട്രേഡിങ്? ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ നമ്മളോട് മാച്ച് വെച്ച് നമുക്കൊരു ഓട്ട മത്സരം വെക്കാമെന്ന്. ഫസ്റ്റ് റൗണ്ട് അവൻ ജയിച്ച്. അപ്പോൾ നമുക്കൊരു ഈഗോ വരുമല്ലോ, നമുക്ക് ജയിക്കണമെന്നൊരു ഇത് വരുമല്ലോ നമ്മുടെ മൈൻഡിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് വീണ്ടും റീമാച്ച് വെച്ച് അതും അവൻ ജയിച്ച്. രണ്ടാമത് വെച്ച് അതും അവൻ ജയിച്ച്. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് മനസ്സിലായി, സ്റ്റാമിന എല്ലാം തീർന്ന് കുറച്ച് റെസ്റ്റ് എടുത്ത് ഒരു 2 മണിക്കൂർ റെസ്റ്റ് എടുത്ത് വീണ്ടും റീമാച്ച് വെച്ച്. ബട്ട് ആ സമയത്ത് നമ്മൾ ഇത് നമ്മൾ ജയിച്ച്. അത്രേ ഉള്ളൂ. ഇത് തന്നെ നമ്മൾ ട്രേഡിങ്ങിലും വെച്ച് നോക്കിയാൽ മതി. അതായത് നമ്മളൊരു ട്രേഡ് എടുത്ത് ആ ട്രേഡ് നമ്മൾ ലോസായി. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അപ്പോൾ തന്നെ ട്രേഡ് എടുക്കാമോ? പാടില്ല. നമ്മൾ കുറച്ച് നമ്മുടെ മൈൻഡൊക്കെ ഫ്രഷ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്ത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് വല്ല സിനിമ കണ്ടോ അനിമ വാച്ച് ചെയ്തോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മുടെ മൈൻഡ് മൊത്തത്തിൽ ഫ്രഷ് ആയിട്ട് മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വിന്നിങ് ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ ഓവർ ട്രേഡിനെ കുറിച്ച്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് റിവെഞ്ച് ട്രേഡിംഗ്. ഈ റിവെഞ്ച് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഓവർ ട്രേഡിംഗ് കൂട്ടാണ്. അതായത് ഇപ്പം നമ്മുടെ കയ്യിലെ പൈസ നമ്മൾ ട്രേഡ് വെച്ച് പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തും ആ പൈസ റിക്കവർ ആക്കാൻ നമ്മൾ വീണ്ടും ട്രേഡ് ചെയ്യും. അങ്ങനെ ട്രേഡ് ചെയ്യുമ്പോൾ ആ പൈസ പോകത്തേ ഉള്ളൂ, പിന്നെ നമുക്ക് കിട്ടത്തില്ല. അതിപ്പം കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഒരിക്കലും റിവെഞ്ച് ട്രേഡിങ് ചെയ്യരുത്. അതായത് ഇപ്പം നമ്മുടെ കയ്യിലെ പൈസ നമ്മൾ പോയെന്ന് ഓർത്തോ, അപ്പോൾ പോയി മാർക്കറ്റ് കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അപ്പോൾ തന്നെ ട്രേഡ് ചെയ്യരുത്, മാറിപ്പോയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യണം. ഇത്രേ ഉള്ളൂ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് സ്റ്റോപ്പ് ലോസ്. ഞാൻ ഒരു നല്ലൊരു ബെസ്റ്റ് എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ കയ്യിലൊരു കാറുണ്ട്, പക്ഷേ ആ കാറിലൊരു പ്രോബ്ലം ഉണ്ട്. അതിന് ബ്രേക്കില്ല. അത് നമുക്കറിയാം ബ്രേക്കില്ലാത്ത കാറാണെന്ന്. എന്നിട്ട് നമ്മൾ ആ കാർ എടുത്ത് നമ്മൾ ഓടിച്ചുകൊണ്ട് പോവാണ് നല്ല റോട്ടിൽ, ഒരു നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഹൈവേയിൽ നമ്മൾ ഓടിച്ച് പോകണം. നല്ല സ്പീഡ്, എത്ര 80-100 km/h നമ്മൾ ഓടിച്ച് പോകണമെന്ന് ഓർത്തോ. നല്ല സ്പീഡ്. ബട്ട് നമുക്കറിയാം ബ്രേക്കില്ലെന്ന്. നമ്മൾ സ്പീഡ് ഓടിച്ചുകൊണ്ട് പോവാണ്. പെട്ടെന്ന് മുന്നിൽ ഒരു ലോറി വന്ന് നിൽക്കണം. നമ്മളെന്ത് ചെയ്യും? ബ്രേക്ക് പിടിച്ചിട്ട് കാര്യമുണ്ടോ? ബ്രേക്കിൽ നമുക്കറിയാം. അപ്പോൾ നമ്മളിത് ചത്ത്. അപ്പോൾ തന്നെ ചത്ത്. ഇതേ സെയിം തന്നെയാണ് നമ്മുടെ ട്രേഡിൽ തന്നെ. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കാണ്ട് നമ്മൾ ട്രേഡ് ചെയ്യാൽ നമ്മൾ നേരെ പോയി ചാകണം എന്ന് അർത്ഥം. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഫോമോ, അല്ലെങ്കിൽ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ഞാൻ ഒരു നല്ല എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇപ്പം നമുക്കൊരു ഗേൾ ഫ്രണ്ട് എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ ഗേൾ ഫ്രണ്ട് പറയുകയാണ്, എടാ നാളെ നമുക്ക് പുറത്തേക്ക് പോകണം, നീ വരണമെന്ന് പറഞ്ഞു രാവിലെ. അപ്പോൾ നമ്മളെന്താ പറയും? വരാം സെറ്റ്, ഓക്കെ വരാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ കൂട്ടുകാർ വിളിക്കും, നാളെ അവിടെ പോകണം കേട്ടോ, അപ്പോൾ നീ വരണം, രാവിലെ വരണം. അപ്പോൾ നമ്മുടെ മനസ്സെന്ത് വിരിക്കും? അയ്യോ ഇവളൊപ്പം പോകണോ അവന്മാരൊപ്പം പോകണോ? അപ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവത്തില്ലേ ആറപ്പം പോകണമെന്ന്. അതിന് നമ്മൾ ഫോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ഇതേ കേസ് നമ്മൾ ട്രേഡിങ്ങിൽ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൽ കണ്ട് BTC ഇപ്പോൾ പൊങ്ങും കേട്ടോ, അപ്പോൾ അത് BTC മേടിച്ചോ, BTC ഇപ്പോൾ താഴും കേട്ടോ, BTC സെല് ചെയ്തോ. അപ്പോൾ നമ്മൾ അവർ പറഞ്ഞിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്ത് പറ്റും? പൈസ പോകും, അല്ലെങ്കിൽ പൈസ കിട്ടും. ആ ഒരു ഫീലിങ്സിന് നമ്മൾ ഫോമോ എന്ന് പറയുന്നത്. അപ്പോൾ ഫോമോ കൊണ്ട് ഒരിക്കലും നമ്മൾ ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്, അത് വേസ്റ്റാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റിസ്ക് മാനേജ്മെൻറ്റ്സിനെ കുറിച്ചാണ്. ഈ റിസ്ക് മാനേജ്മെൻറ്റ് സിമ്പിളായിട്ട് വന്നുതരാം. ഇപ്പം നമ്മുടെ കയ്യിലൊരു 10,000 രൂപ ക്യാപിറ്റലുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കണ്ട, ഈ 10,000 രൂപയിൽ നമ്മൾ ഡെയിലി എത്ര വെച്ച് കളയണം അങ്ങനെ നോക്ക്. നിങ്ങൾ ചെറുതായിട്ട് കൺഫ്യൂഷൻ ആയെന്ന് തോന്നുന്നു. നിൽക്ക്, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 രൂപയുണ്ട്. അതിൻ്റെ 5% എത്ര? 500 രൂപ. അപ്പോൾ ഈ 500 രൂപ വെച്ച് നിങ്ങൾ എത്ര ദിവസം കളഞ്ഞാൽ നിങ്ങളുടെ 10,000 രൂപ പോകത്തുള്ളൂ? 20 ദിവസം അല്ലേ? അപ്പോൾ 20 ദിവസം അടുപ്പിച്ച് 500 പോയാലേ നമ്മുടെ കയ്യിലെ അക്കൗണ്ട് വാഷ് ഔട്ട് ആവത്തുള്ളൂ. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ട? ഒരു ദിവസം 5% മാത്രമേ നമുക്ക് കളയാൻ പറ്റത്തുള്ളൂ. അതിൽ കുറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ അതിൽ കൂടാൻ പാടില്ല. 5-6 ആകാൻ പാടില്ല. ഓക്കെ, ഇത്ര മനസ്സിലായില്ല? അപ്പോൾ നമുക്ക് നമ്മുടെ ലോസ് കിട്ടി. ഇനി നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കണം? പ്രോഫിറ്റിൻ്റെ അടുത്ത് വരുമ്പോഴാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് ആയക്കൂടി പോകുന്നത് എത്രയാണ്? 5% അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടിയാലും എന്താണ്? ഇപ്പം നമുക്ക് ഒരു 1% കിട്ടിയാലും 2% കിട്ടിയാലും 3 കിട്ടിയാലും കുഴപ്പമില്ല. നമ്മൾ പക്ഷേ ഈ പ്രോഫിറ്റ് നമ്മൾ ഒരിക്കലും നോക്കരുത്. നമ്മൾ എത്ര കളയണം അത് മാത്രമേ നോക്കാൻ പാടുള്ളൂ. പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ഒരിക്കലും 5% താഴെ പോകരുത്. അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായി വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം, ഈ ട്രേഡിംഗ് ലൈഫിലില്ലേ, അല്ലെങ്കിൽ ഈ ട്രേഡിംഗ് ഫേസിൽ നമ്മൾ എത്ര സ്ട്രാറ്റജി പഠിച്ചിട്ടാണെങ്കിലും പ്രൈസ് ആക്ഷൻ, മാർക്ക് സ്ട്രക്ചർ എന്തൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇമോഷനും നമ്മുടെ സൈക്കോളജി നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ പ്രോഫിറ്റ് ആവത്തില്ല.
പ്രോഫിറ്റബിൾ ട്രേഡർ ആവത്തില്ല. അത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഞാനിപ്പോൾ 1.5 വർഷമായിട്ട് ഞാനിപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടുതൽ പൈസ ഞാനിങ്ങനെ എനിക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ബട്ട് ഞാൻ ഓവർ ട്രേഡും ചെയ്ത് റിവെഞ്ച് ട്രേഡും ചെയ്ത് അങ്ങനെ കുറേ പൈസ ഞാൻ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻ സൈക്കോളജി നമ്മൾ എന്ന് കൺട്രോൾ ചെയ്യണം. അതിന് നമ്മൾ എപ്പോൾ മാസ്റ്റർ ചെയ്യണം, അപ്പോൾ നമ്മളൊരു പ്രോഫിറ്റബിൾ ട്രേഡർ നമ്മളാകും. പിന്നെ നമുക്ക് അടുത്ത് വേണ്ടത് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ സെറ്റാക്കാൻ നമുക്ക് പല വഴിയുണ്ട്. ഇപ്പോൾ പാർട്ട് ടൈം ജോബ് ചെയ്യുക, അല്ലെങ്കിൽ സ്വിഗ്ഗി, ബ്ലിങ്കറ്റ്, അങ്ങനത്തെ പല ടൈപ്പ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ നോളജ് ഇല്ലേ, ഇപ്പം ഞാൻ പഠിച്ച ട്രേഡിങ് 1.5 വർഷത്തെ നോളജ്, അത് നമുക്ക് ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്ത് അവരുടെ നിന്ന് കുറച്ച് ഏർണിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ഫീസ് പോലെ. ഇപ്പോൾ തെറ്റാന്നല്ല പറയണം, കാരണം ഇപ്പം ഞാനൊരു ട്രേഡിങ് പഠിച്ചാൽ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ജസ്റ്റ് നമുക്ക് അതിന് കുറച്ച് ഫണ്ട് ഉണ്ടാക്കാൻ പറ്റുമല്ല, അത്ര ഞാൻ പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.